അപ്പോൾ ചെറിയൊരു PVCയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു പവർ ബാങ്കിൻ്റെ ബോർഡ്. ഇതിനാകെ കുറച്ച് കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ 3.7 വോൾട്ടിൻ്റെ ഒരു മിനി ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററി. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ബോർഡുമ്മേലുണ്ട് പ്ലസ് മൈനസ് എന്നുള്ളതൊക്കെ. ആ ഒരു ചുവപ്പ് വയർ നമ്മളിതിൽ പ്ലസ്സിലോട്ടും ആ ഒരു ബ്ലാക്ക് വയർ നെഗറ്റീവിലോട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ ചുവപ്പ് വയർ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് വയറും നമ്മൾ ആ ഒരു നെഗറ്റീവിലാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ പവർ ബാങ്കിൻ്റെ ഒരു പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ആ ഒരു PVCയിലോട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ PVC പൈപ്പ് എടുത്തിട്ട് അതിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും വീട്ടിൽ നിർമ്മിക്കാവുന്നേ ഉള്ളൂ, കുറഞ്ഞ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ സംഭവം അടിപൊളി തന്നെയാണ്. ഇത് നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ അത് വരച്ച് കൊടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു PVCയുടെ അളവിൽ തന്നെയാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് ഒന്ന് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് 2 പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിമേൽ ഗമ്മ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ബാറ്ററി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലത്തെ ഒന്നുകൂടെ നമുക്ക് ആവശ്യമുണ്ട്, ആ ഒരു മുൻഭാഗത്തുകൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് ഗമ്മ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗമ്മൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വിട്ടിട്ടുണ്ടാവും, കൂടെ നമുക്കൊന്നത് ഗം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗമ്മൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളെ ഒരു ചെറിയ ഫോണിലാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാകുന്ന ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഈ ഒരു കേബിൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഇതിൽ പവർ തീരെ ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് ഓഫാണ്. അപ്പം ചാർജ് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് കയറുന്നത് കാണാൻ പറ്റും. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്താൽ അടിപൊളിയാക്കി എടുക്കാം.